സോ ഗൈസ്, അപ്പം മിക്ക വീടുകളിലും ഇതുപോലെ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞു പോകുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ പനിപ്പിൻ്റെ ഇഷ്യൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭിത്തിയുടെ പുളിപ്പിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ കാരണം ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിഗോയുടെ 2K എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. ഇതൊരു ബേസിക്കലി ഇത് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ബാത്റൂമിനകത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വാട്ടർ ലീക്കേജ് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ടൈലിടുന്നതിന് മുമ്പ് ബാത്റൂമിനകത്ത് അടിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഇതിൻ്റെ ഒരു ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സിമെൻറ്റ് പോലത്തെ പൊടിയും അതുപോലെ ഇതുപോലെ ഒരു റബ്ബർ പാൽ പോലത്തെ ലിക്വിഡുമാണ് വരുന്നത്. അപ്പോൾ നമ്മളത് ആവശ്യത്തിന് ഒഴിക്കുക. അതുപോലെ തന്നെ ഈ പൊടി എടുത്ത് ചേർക്കുക. പൊടി എന്ന് പറഞ്ഞാൽ ഏകദേശം സിമെൻറ്റ് പൊടി പോലെ ഇരിക്കും. അത് നമ്മളൊരു എന്താ പറയുക, ഭിത്തിയിലടിക്കാവുന്ന ഭാഗത്തിന് അത്യാവശ്യം കുഴമ്പ് രൂപത്തിൽ അല്ലെങ്കിൽ അത്യാവശ്യം ലിക്വിഡായിട്ട് രീതിയിൽ നമ്മൾ ഇളക്കി സെറ്റാക്കി അങ്ങ് എടുക്കുക. അപ്പോൾ ഒത്തിരി ഇതിനകത്ത് വെള്ളം ചേർക്കരുത്, കാരണം ഇത് ഈ റബ്ബർ പാൽ പോലത്തെ ഈ ലിക്വിഡ് ഇത് മാത്രമേ ചേർക്കാവുള്ളൂ. എന്നിട്ട് നമ്മൾ ആ പൊടിഞ്ഞിരിക്കുന്നിടത്തേക്ക് ഇത് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മളവിടെ ഫുള്ളായിട്ട് അടിക്കുക. അതായത് ഇതിനകത്ത് വെള്ളം ഒരു കാരണം ചേർക്കില്ല, അതിൽ ആ ഭിത്തിയിലും വെള്ളം നനയ്ക്കരുത്. നമ്മളവിടെ നല്ലപോലെ പൊടി തൂത്തിട്ട് ഇത് അടിച്ചങ്ങ് കൊടുത്തിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ പുട്ടി ഒന്നും കൂടെ വലിച്ചിടുക. എന്നാൽ ബേസിക് നമ്മൾ കുറേ നാളായിട്ട് ഇപ്പോൾ ഇതാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളിടത്തെല്ലാം നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പിന്നീട് പൊളിഞ്ഞു പോയിട്ടൊന്നും നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.